ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഈ വീഡിയോ വന്നിട്ട് ക്യാപ്കട്ടിലെ ഞാൻ ഈ എഡിറ്റ് ചെയ്ത വീഡിയോ പോലെ എങ്ങനെ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ബിഗിനേഴ്സിനാണ്. അത്യാവശ്യം ക്യാപ്കട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ അതറിയായിരിക്കും, പക്ഷെ ഒട്ടും അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നതും പിന്നെ എൻ്റെ ഒരു ക്വാളിറ്റി, നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി ഞാൻ കുറച്ചത് കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നുള്ളതും പിന്നെ സ്ലോമോ അതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നത്. ഇതിന് നമുക്ക് ക്യാപ്കട്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആട്ടോ വേണ്ടത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ അത്യാവശ്യം സൈറ്റ് നമുക്ക് കിട്ടും, അതിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് ഇതിനകത്ത് വേണ്ടപ്പെട്ട ക്ലിപ്പൊക്കെ നമുക്ക് അതിലെടുത്ത് വെക്കാം. നിങ്ങൾ ഏതാണോ എടുക്കാൻ പറ്റുന്നത്, ഞാനിപ്പോൾ ജസ്റ്റ് ഇത് തന്നെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ കട്ട് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ആ ലാസ്റ്റത്തെ ഭാഗം നമുക്കങ്ങ് ഒഴിവാക്കി കളയാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പിന്നെ എത്ര വേണം, എത്ര വരെ വേണം എന്നൊക്കെയുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിത് ട്രാൻസിഷൻ വീഡിയോ ആണെക്കൊണ്ടാട്ടോ. അപ്പോൾ ഇത് വീഡിയോ എഫക്റ്റ് ആട്ടോ. ഇത് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടാവും. പക്ഷേ ഇതിനൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് VPN എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതുകൂടി ഉപയോഗിച്ചിട്ട് നെറ്റ് കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഈ എഫക്റ്റൊക്കെ കിട്ടുള്ളൂ. ഞാനതൊരു സമയത്ത് ഒരു നെറ്റ് കിട്ടിയ സമയത്ത് ഞാനെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നെറ്റില്ലാത്ത സമയത്തും ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് മാത്രമേ എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അകത്ത് ക്ലിയർ 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് ആട്ടോ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എഫക്റ്റ് അല്ല, ഫിൽറ്റർ. അപ്പം ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് പോയിട്ട് ഷാർപ്പണും ക്ലാരിറ്റിയും കൂട്ടി കൊടുത്താൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് ഞാൻ വേറെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളെല്ലാ ക്ലിപ്പിനും അതിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലിപ്പിൽ കൂടെ നമുക്ക് ഞാൻ 2 ക്ലിപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ആൻഡ് ബിഫോർ ഉള്ള 2 വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാവും എത്ര വ്യത്യാസം വന്നിരിക്കുകയെന്ന്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, ഇവരെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അധികം പേരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും നോക്കിയ സമയത്താണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് അത് ആഡ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് മ്യൂസിക്കിൽ. അതിൽ പോയി നമുക്ക് നമ്മുടെ ഓൾറെഡി വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സോങ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഓൾറെഡി മ്യൂസിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടും നമുക്കതിൽ നിന്ന് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോ വീഡിയോയ്ക്ക് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ചിലപ്പം നോക്കുന്ന സമയത്ത് ക്യാപ്കട്ടിൽ എന്തായാലും കിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂൻ്റെ എന്തായാലും കാണിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ നെറ്റ്വർക്കിൻ്റെ ഒന്ന് ശരിയാക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒരു VPN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എക്സ്ട്രാ കയറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊന്ന് അറിയുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. എനിക്ക് ഈ ഡൗൺലോഡ് ചെയ്യുന്ന വലിയൊരു പിടുത്തം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിതിൽ പറയാത്തത്. അപ്പം ഇതിനകത്ത് ഞാൻ ഒരുപാട് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് എടുത്താൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ ചെയ്യിപ്പിക്കുമ്പം ഈ ഒരു എഫക്റ്റൊക്കെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ എഫക്റ്റ് നമുക്കിതിൽ കിട്ടും കേട്ടോ. അപ്പം ഞാനിതിൽ കുറച്ച് എഫക്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് അറിയാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ടെക്സ്റ്റ് കണ്ടില്ലേ. അപ്പോൾ ടെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനകത്തുള്ള ടെക്സ്റ്റ് സ്റ്റൈലല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ആപ്പിൻ്റെ അകത്ത് ഒരു സ്റ്റൈലിഷ് ഫോണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോണ്ടായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെനിക്ക് നല്ലതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ നമ്മുടെ താഴെ ടെക്സ്റ്റ്, സ്ട്രോക്ക്, ഗ്ലോ, ബാക്ക്ഗ്രൗണ്ട്, ഷാഡോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഈ ഗ്ലോൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്, ആ ഒരു സെക്കൻഡ് കണ്ടില്ലേ. അത് അടിപൊളി എഫക്റ്റായിട്ടോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഗ്ലോൻ്റെ നമുക്കവിടെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കർവുണ്ട്, സ്പേസിംഗ് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക് ആക്കുന്നുണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത്
നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് ടെക്സ്റ്റ് മാറ്റാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് സ്പീഡിൽ നമുക്ക് നമ്മുടെ ഇനി മെയിൻ റോളാട്ടോ. ഇതാണ് അടിപൊളി എഫക്റ്റ് അല്ല സോറി, ഇതാണ് ഈ ഒരു ക്യാപ് കട്ടിന് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ബാക്കിയുള്ളതൊക്കെ ഇൻഷോട്ട് വെച്ച് സെയിം ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലാരിറ്റീൻ്റെത് വ്യത്യാസമുണ്ട്. പിന്നെ ഈ സ്ലോമോൻ്റെ കാര്യത്തിൽ ക്യാപ് കട്ടിന് വെല്ലാൻ വേറെ ആപ്പ് ഉണ്ടോ എനിക്കറിയില്ല, പക്ഷേ ക്യാപ് കട്ട് അടിപൊളി കേട്ടോ. അപ്പം ഇതിനകത്ത് ഇതാ കസ്റ്റംസ് ചെയ്യാം നമുക്ക്. അല്ലാണ്ട് ഓൾറെഡി തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതന്നെ നമുക്ക് മതി. പിന്നെ കസ്റ്റംസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അത് നിങ്ങൾ ഡോൺ വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് താഴോട്ടും മേലോട്ടൊക്കെ ആക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് താഴോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് കുറയാന്ന് കേട്ടോ, മേലോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂടുക. അപ്പോൾ അതൊക്കെ അറിയില്ല, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിപ്പോൾ കസ്റ്റം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മാത്രം മതി, ഒരു ചിലവുമില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട, അപ്പം ജസ്റ്റ് തൊട്ടെടുത്താൽ മാത്രം മതി. പിന്നെ ഇതിനകത്ത് എഫക്റ്റിൽ നമുക്ക് ഒരുപാട് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പറയുന്ന പോലെ തന്നെ നമ്മൾ, പക്ഷേ ഇതിനൊക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ നെറ്റിൽ നമ്മൾ VPN ഓൺ ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു എഫക്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതിന് മസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് VPN ഓൺ ആവണം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കിട്ടത്തില്ല കേട്ടോ. ഞാൻ കുറേ കളിച്ചതിൻ്റെ മുന്നേ ഞാനിത് നോക്കി കിട്ടിയതാണ്. അപ്പം നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തീരെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടോ ഈ ഒരു വീഡിയോ. ജസ്റ്റ് ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം, ഒരു സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഒരു എല്ലാ എന്താ പറയുക, നമുക്ക് ഒരു ആപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Bye.